നമ്മുടെ ഇപ്പോൾ ഈ സിനിമ ചെയ്ത് ഇതിനകത്ത് എന്തെങ്കിലും വിവാദം വരാൻ ചാൻസ് ഉണ്ടോ? കാരണം എപ്പോഴും ഗായത്രി സുരേഷിന്റെ ഒരു ജാതക പ്രകാരം എന്തെങ്കിലും എവിടെയെങ്കിലും ഒക്കെ കിട്ടുക എന്നുള്ളതുണ്ട്. ഇതിറങ്ങി കഴിയുമ്പോൾ എന്തെങ്കിലും വിവാദം, പ്രത്യേകിച്ചൊരു മാവോയിസ്റ്റ് ബേസ്ഡ് ഒരു കഥ എന്നുള്ള രീതിയിൽ അത് ചിലപ്പോൾ ഉണ്ടാവാം. പക്ഷേ കുഴപ്പമില്ല, ഞാൻ വളരെ പ്രിപ്പയർഡാണ്. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ, തൊട്ടടുത്ത ദിവസങ്ങളിൽ വന്ന ട്രോളുകളൊക്കെ ഒരാളെ ബേസ് ചെയ്തിട്ടായിരുന്നു. നമ്മുടെ ഇപ്പം നെഗറ്റീവ് പബ്ലിസിറ്റി എന്ന് എല്ലാവരും വിളിക്കുന്ന, അതായത് നമ്മുടെ ആറാട്ടണ്ണനാണ് ഗായത്രീനെ ശല്യം ചെയ്തത്, വീടിന് പുറത്ത് വന്ന് കാത്തു നിന്ന്, അല്ലെങ്കിൽ എങ്ങനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ള രീതിയിൽ ഒരു ന്യൂസും ട്രോളും ഒക്കെ കണ്ടിരുന്നു. അപ്പൊ ആളാണോ ഇത്? അല്ല, അദ്ദേഹം സിനിമ ക്രേസ് ഉള്ള ആളല്ലേ. അദ്ദേഹം രാവിലെ തന്നെ സിനിമ കാണാൻ പോവങ്ങോര്. പിന്നെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരുപാട് ആക്ട്രസസ് വേറെ ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നില്ല അദ്ദേഹമല്ല, ഫസ്റ്റ് ഓഫ് ഓൾ അദ്ദേഹമല്ല. അല്ല ഇപ്പൊ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട കുറെ ആക്ട്രസ് വേറെ ഉണ്ടെന്ന്. അയ്യോ, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചേ. നമുക്ക് എല്ലാവർക്കും കുറെ ആക്ടേഴ്സിനെയും ആക്ട്രസിനെയും ഇഷ്ടമാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു എന്നെക്കാട്ടും കുറെ വേറെ ഇപ്പൊ മഞ്ജു ചേച്ചിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ആരെയാ ഇഷ്ടമുള്ളത്? പിന്നെ ഈ അടുത്ത് ഞങ്ങളുടെ മീന മാമിന് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഞാൻ പറയണത് പ്രേം അങ്ങനെയല്ല കേട്ടോ ഞാൻ പറയണത്, ഒരു ആരാധന അതിലാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അദ്ദേഹം അത് തുറന്നു പറയുന്നുള്ളത് കറക്റ്റ് ആണ്, പക്ഷെ എന്നോട് അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ഇപ്പം ഈ സന്തോഷ് ഇറക്കിയും അതുപോലെ തന്നെ നമ്മള് ഇതുപോലെ നെഗറ്റീവ് പബ്ലിസിറ്റി എന്ന് പറയുമ്പോൾ കുറേ അധികം നെഗറ്റീവ് പബ്ലിസിറ്റിയും ഗായത്രിയും അനുഭവിച്ചിട്ടുള്ളതാണല്ലോ. ഇങ്ങനെ നെഗറ്റീവ് സോഷ്യൽ മീഡിയയിലൂടെ നെഗറ്റീവ് പ്രചരിപ്പിച്ച് അത് പ്രചരിപ്പിക്കുന്നവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതേസമയം അനുഭവിക്കുന്നവരോട് നമുക്ക് എന്തായാലും അനുഭവിച്ച ഒരാളെന്നുള്ള രീതിയിൽ എന്ത് ഉപദേശമാണ് കൊടുക്കാനുള്ളത്? എനിക്കങ്ങനെ പറയുന്നതിൽ വല്ല കാര്യം ഉണ്ടോയെന്ന് നോക്കുക. എടുക്കേണ്ട കാര്യമാണെങ്കിൽ എടുക്കുക, സ്വയം വർക്ക് ചെയ്യുക, നമ്മുടെ മനസ്സിൻ്റെ മുകളിൽ വർക്ക് ചെയ്യുക, വളരുക, മനസ്സുകൊണ്ട് വളരുക, നമ്മൾ വളരുക, ചുറ്റുള്ളത് സ്വയം മാറിക്കോളും എന്നാണ് എനിക്ക് തോന്നുന്നത്. ചുറ്റുള്ളത് മാറുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴും നെഗറ്റീവ് ഉണ്ടാവും, പക്ഷെ നമ്മൾ അതിനെ നോക്കി കാണുന്ന രീതി മാറും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എത്രത്തോളം നെഗറ്റീവ് വന്നു കഴിഞ്ഞാലും അത് അവനവനെ ബാധിക്കരുതെന്ന് തോന്നുന്നുണ്ടല്ലേ? അവനവൻ്റെ ലൈഫിനെ ബാധിക്കരുതെന്ന്. അതെ, പക്ഷെ ചിലര് നല്ല പോയിന്റ്സ് പറയും, അതെടുക്കും ചെയ്യാൻ വേണമെങ്കിൽ. അല്ലാതെ ഞങ്ങളതൊന്നും അങ്ങനെയല്ല, നല്ല പോയിന്റ്സ് പറഞ്ഞാൽ ഉറപ്പായിട്ടും എടുക്കും, ഉറപ്പാണ്. ഓക്കെ, അപ്പം ബദലിൽ എത്രമാത്രം പ്രതീക്ഷ നൽകുന്നുണ്ട്? 100% പ്രതീക്ഷ നൽകുന്നുണ്ട്. തിയേറ്ററിലേക്ക് ഇപ്പം മഞ്ഞുമൽ ബോയ്സും പ്രേമലും അതുപോലെ ഇപ്പോൾ പുതിയതായിട്ട് വന്ന ആടുജീവിതവും ഒക്കെ വളരെ സൂപ്പർ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ആ ഒരു സിനിമകളുടെ ഇടയിലേക്ക് ഇതൊരു ചെറിയ മൂവിയാണെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ ഈ ചെറിയ മൂവി വരുമ്പം പിടിച്ചു നിൽക്കാൻ പറ്റും, ഒരു തിയേറ്റർ സക്സസ് എന്നുള്ള ലെവലിലേക്ക് എത്തിച്ചേരും എന്ന് ഉദ്ദേശിക്കുന്നുണ്ടോ, പ്രതീക്ഷിക്കുന്നുണ്ടോ? അതല്ല ചേട്ടാ, ഈ തിയേറ്ററിൽ എത്തി എന്നുള്ളത് ഏറ്റവും വലിയ, അത് അങ്ങനെയാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരു 100,000 ആൾക്കാരെങ്കിലും കണ്ടാലും ഞാൻ ഹാപ്പിയാണ്. തിയേറ്ററിൽ എത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം നമുക്കറിയാം അതെങ്ങനെയാണ് അതിന്റെ പിൻഭാഗത്തുള്ളത്. പിന്നെ അത് ഭയങ്കര ഈ സ്റ്റാർ കാസ്റ്റ് ഉള്ളതോ അങ്ങനെ പുതിയ ടീമാണല്ലോ കേട്ടോ. ഇപ്പൊ ഈ പറയുന്ന പോലെ ഭയങ്കര ശ്വേതാ മാം ഒഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഭയങ്കര ഒരു ഇത് ഉണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും തിയേറ്ററിൽ എത്തി, അതാണ് ഞാൻ കാണുന്ന ഏറ്റവും വലിയ പ്ലസ്. നമ്മുടെ ഈ സിനിമയിൽ ശരിക്കും പറഞ്ഞാൽ ലുക്ക് നല്ല മാറ്റം കാണുന്നുണ്ട്. അതായത് ഒരു സ്പെക്കും വെച്ച് ആ ഒരു ബുജ്ജി ലുക്കും കൂടെ ഫീൽ ചെയ്യുന്നുണ്ട്. ആർട്ടിസ്റ്റിന് സാധാരണഗതിയിൽ എല്ലാവരും കൊടുക്കുന്ന ആ ഒരു പരിഗണന തന്നെയാണ്. അപ്പോൾ ഈ ഒരു ലുക്കിനോട് എത്രമാത്രം ഇഷ്ടം തോന്നിയിട്ടുണ്ട്? ഒരുപാട് ഇഷ്ടം തോന്നിയിട്ടുണ്ട് ചേട്ടാ. ഡിഫറെന്റ് ആണല്ലോ. പിന്നെ അധികം കുറെയൊക്കെ എന്നെ പോലെ തന്നെ എനിക്ക് കണ്ണാടി ഉണ്ടായിരുന്നു. അപ്പോൾ എന്റെ കണ്ണാടിയാണ് കുറെ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ മേക്കപ്പ് അധികം ഇല്ല, മുടി അഴിച്ചിട്ടിട്ട് തന്നെയാണ്. വളരെ സിമ്പിൾ മേക്കപ്പ് ആണ്. പിന്നെ കുറച്ചുകൂടി വെസ്റ്റേൺ ഒരു ഡ്രസ്സാണ്. സോ ഞാൻ ഹാപ്പിയാണ്. ഈ ഒരു ഗായത്രി സുരേഷിനെ എല്ലാവരും ഇഷ്ടപ്പെടുന്നൊക്കെ തോന്നുന്നുണ്ടല്ലേ?